സമ്മേളനം തീർന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. നയരേഖയല്ലത്, ഞാൻ പറഞ്ഞല്ലോ, അത് അവസരവാദ രേഖയാണ്. അതാണ് അവസരവാദം എന്ന് പറയാൻ. അതിന്റെ വേറൊരു വാക്കാണ് അവസരവാദം. കാലത്തിനൊത്ത മാറ്റം എന്ന്. അങ്ങനെയാണ് ഇവരെല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഇവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് മുഴുവൻ പറഞ്ഞത് മുഴുവൻ തിരുത്തിക്കൊണ്ടിരിക്കുക. ഈ ആളുകൾ ഈ നാട് മുഴുവൻ സമരം ചെയ്ത് കുട്ടിച്ചോറാക്കി കുളമാക്കിയ ആളുകളാണ് ഇവർ. എന്നിട്ട് ഇവരിപ്പോൾ തിരുത്തുവാണ് അവരുടെ സൗകര്യം. പിന്നെ ഒരു നാട് മുഴുവൻ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. എല്ലാ സാധനങ്ങളും സ്തംഭിപ്പിച്ചു. ഒരു ട്രഷറിയിലൊക്കെ പൂർണ്ണമായ നിയന്ത്രണമാണ്. എന്നിട്ട് ഇവരുടെ ദുർഭരണം കൊണ്ട്, ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കൊണ്ട് കേരളത്തെ തകർത്തതിന് ശേഷം ഇനി ഇവർ നയം മാറ്റത്തിലൂടെ സെസ് ഏർപ്പെടുത്തി, ഫീസ് ഏർപ്പെടുത്തി നമ്മളെ കൊല്ലാൻ വരുവാണ്. വീണ്ടും സാധാരണക്കാരായ മനുഷ്യരുടെ മീതെ വീണ്ടും ഫീസ് ഏർപ്പെടുത്തുകയാണ്. ഇവരുടെ ദുർഭരണത്തിന് ബലിയാടാകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ മനുഷ്യർ നിൽക്കുമ്പോഴാണ് വീണ്ടും സെസ്, വീണ്ടും നികുതി, വീണ്ടും ഫീസ് കൂട്ടുക. ഇവരുടെ ദുർഭരണത്തിന്റെ ഇരകൾ സാധാരണക്കാരാണ്. എന്നിട്ട് ആ സാധാരണക്കാരിൽ നിന്ന് തന്നെ ഇവർ പെൻഷൻ കൊടുക്കാത്ത ആളുകൾ, ക്ഷേമനിധി കൊടുക്കാത്ത ആളുകൾ, ഇവർ ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത ആളുകൾ, ആരോഗ്യ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, ആ പാവങ്ങളിലെ ഇന്ന് വീണ്ടും സെസ് മേടിക്കാനും ഫീസ് മേടിക്കാനും പോവുകയാണ്. നമുക്ക് സമ്മേളനം കഴിയട്ടെ, സമ്മേളനം കഴിഞ്ഞ് ഈ രേഖ ഇറങ്ങട്ടെ. അതൊക്കെ നോക്കാമല്ലേ, അതൊക്കെ അവരുടെ ആഗ്രഹമല്ലേ. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ആഗ്രഹിക്കുന്നതിലോ സ്വപ്നം കാണുന്നതിലോ ഒന്നും ഒരു തെറ്റുമില്ല. അടുത്ത പ്രാവശ്യം തോറ്റുപോട്ടെ എന്നൊരു സംസ്ഥാന സമ്മേളനത്തിന് തീരുമാനിക്കാൻ പറ്റുമോ? തോറ്റുപോകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഇത് അല്ല, നയത്തിൽ എല്ലാ കാര്യത്തിലും നയത്തിൽ മാറ്റം വരുത്തുന്നത് നല്ലതല്ല. ഇത് വിൽപ്പന കൂടിയാവും. ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിൽ എന്താണ് നടക്കുന്നത്? ഡൽഹിയിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടക്കുന്നത് വിൽപ്പനയാണ്. ഞാൻ പറയല്ലോ, ഇവർ ലെഫ്റ്റ് അല്ലല്ലോ, ഇവർ തീവ്ര വലതുപക്ഷ ലൈനാണ്. അല്ലല്ല, യു പി ഒന്നും നടത്തിയിട്ടൊന്നുമില്ല. യു പി ഒന്നും നടത്തിയിട്ടില്ല. ഇവർ വന്നതിന് ശേഷമാണ്, BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് വിൽപ്പനയ്ക്ക് വെച്ചത്. ഇവർ ലെഫ്റ്റ് അല്ല എന്ന് ഞാനല്ലേ എപ്പോഴും പറയാറ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവർ ഒരു ഇടതുപക്ഷമല്ല, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല, ഇവർ തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഇവർ പ്ലാനിങ് വിട്ടു പ്രോജക്റ്റിലേക്ക് പോവാണ്. സംഘപരിവാർ ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യാണ്. കോൺഗ്രസിന്റെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സെന്റർ തന്നെ ലെഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ സെൻട്രിസ്റ്റുകൾ എന്നല്ലേ പറയണം. ഞങ്ങളുടെ സെന്റർ തന്നെ ലെഫ്റ്റ് ആയിരുന്നു. എല്ലാ തീരുമാനങ്ങളും ലെഫ്റ്റ് ആയിരുന്നു. ഞങ്ങളല്ലേ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, NRHM ആ പദ്ധതി കൊണ്ടുവന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്, റൈറ്റ് ടു ഫുഡ് കൊണ്ടുവന്നൊക്കെ ഞങ്ങളല്ലേ. ഞങ്ങളെവിടെ വലതു? ഞങ്ങൾ ആയിരുന്നു ശരിക്കും ഇടതുപക്ഷം. അല്ലല്ല, അതവർ പറയുമല്ലോ, അത് തീവ്ര വലതുപക്ഷ ലൈൻ എന്ന് പറയുന്നത് അതാണ്. ഈ സർക്കാരിനെ വിമർശിച്ചാൽ അവർ ദേശവിരുദ്ധരാവും, BJPയുടെ ലൈനാണ്. ഇവിടെ സർക്കാരിനെ വിമർശിച്ചാൽ സംസ്ഥാന വിരുദ്ധരാവും. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ചേട്ടന്റെ പുറകെ പോവാണ് അനിയൻ, അണ്ണനും തമ്പിയാണ്. അണ്ണന്റെ പുറകെ തമ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ തമ്പി മറ്റേ അണ്ണന്റെ പുറകെ. അതാണ് നടക്കുന്നത്. സംശയം എന്താ? നെഹ്റുവിന്റെ കാലം മുതൽ ഞങ്ങളല്ലേ ലെഫ്റ്റ്. ബാങ്ക് നാഷണലൈസേഷൻ നടത്തിയത് ഞങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഈ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട്, ഇവിടെ ആരൊക്കെ പറയണ്ടല്ലോ, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്ന് ന്യായമായ നഷ്ടപരിഹാരം, പാവങ്ങൾ വികസനത്തിന് വേണ്ടി സ്ഥലമെടുക്കുന്ന ആളുകളെ തെരുവിലേക്ക് അയക്കാതെ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊണ്ട് ഞങ്ങളാണ് എല്ലാ ലെഫ്റ്റായിട്ടുള്ള എല്ലാ തീരുമാനവും എടുത്തുള്ളത്. കുലാക്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും പോക്കറ്റിലായിരുന്ന ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസൽക്കരിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയല്ലേ. എല്ലാം ചെയ്ത് ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്. ഇവർ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷം ലൈനാണ്. BJP പോലും നാണം കെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ. ആ ലൈനാണ്. അതാണ് അവസരവാദ രേഖ എന്ന് പറയുന്നത്. സൗകര്യത്തിനനുസരിച്ച് മാറ്റി പറയുക. ഞാൻ ചോദിക്കട്ടെ, സീതാറാം യെച്ചൂരി രേഖ വായിച്ചെന്ന് എന്നോട് പ്രകാശ് കാരാട് ചോദിച്ചത്. ഞാൻ സീതാറാം യെച്ചൂരിയുടെ ഫാസിസത്തിനെതിരായിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന നിലപാടായിരുന്നു സീതാറാം യെച്ചൂരിക്ക്. സീതാറാം യെച്ചൂരിയുടെ നിലപാട് വ്യക്തിപരമായ നിലപാടല്ലല്ലോ, പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നിലപാടാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട്, ആ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ട് എങ്ങനെയാണ് ലൈൻ മാറ്റുന്നത്? അത് ഫാസിസ്റ്റും അല്ല, നവഫാസിസ്റ്റും അല്ല. ആകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിലെ BJP എതിർക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റ വാക്കിലാണ് പറയുന്നത്, ഒറ്റ നാവ്. എന്താ? ഇത് ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പോൾ CPM മാത്രം പറയുന്നു
ഫാസിസം അല്ല, നവഫാസിസം ഇല്ല, ആകാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് മോഡി സർക്കാരിന് കൊടുക്കേണ്ട കാര്യം എന്താ? മോഡി സർക്കാരിനൊരു ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്ന CPM. അത് കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ഭീഷണിപ്പെടുത്തലിലാണ് അത് വഴങ്ങിയിരിക്കുന്നത്. പ്രകാശ് കാരുടെ ആ ഗ്യാങ്ങിലാണ്, ഇവരുടെ കൂടെയാണ്, ഇവർ പറഞ്ഞ കേൾക്കുന്നത്. അതാണ് പ്രശ്നം.